നമസ്കാരം. മലമ്പുഴ ഗവൺമെൻറ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നൗഷാദ് അലി, മലമ്പുഴ ഐ ടിയിലെ വയർമാൻ ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ. ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയില്ലെന്ന് നോക്കാം. ഒന്ന്, എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾസ് അക്കോർഡിംഗ് ടു ദി വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ കേബിൾ. എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾസ് അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ കേബിൾ. Explain the classification of underground cables according to the construction of the cable. Explain the classification of underground cables according to the type and thickness of the insulation used. ഇനി എന്താണ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഒരു യു ജി കേബിൾ ക്ലാസിഫിക്കേഷൻ നൽകുന്നത് അതിന് പലതരത്തിലുള്ള മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഉദാഹരണമായി, ഒന്നാമത് നമുക്ക് വോൾട്ടേജ് റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. യു ജി കേബിളിനെ വോൾട്ടേജ് റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ കേബിൾ, കേബിളിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സിൻ്റെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ദ കേബിൾ, കേബിളിൻ്റെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കിയിട്ട് തരംതിരിക്കാവുന്നതാണ്. ടൈപ്പ് ആൻഡ് തിക്നെസ് ഓഫ് ഇൻസുലേഷൻ യൂസ്, കേബിളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേതായിട്ട് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ കേബിൾ. നമ്മൾ ഉപയോഗിക്കുന്ന യു ജി കേബിളിൽ ഏത് വോൾട്ടേജ് റേറ്റിംഗ് വരെ ഉപയോഗിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ്. ഒന്ന്, ലോ ടെൻഷൻ കേബിൾ. ദീസ് ഹാവ് എ മാക്സിമം വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് 1100 വോൾട്ട്. അതായത് 1100 വോൾട്ട് 1.1 kV വരെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേബിളുകളെ നമ്മൾ എന്ത് പറയുന്നത്, ലോ ടെൻഷൻ കേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LT കേബിൾസ് എന്ന് പറയുന്നത്. രണ്ട്, ഹൈ ടെൻഷൻ കേബിൾ. ദീസ് ഹാവ് മാക്സിമം വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് 11 kV. നമ്മൾ ഉപയോഗിക്കുന്ന കേബിൾ 11 kV വരെ ഉപയോഗിക്കാൻ പറ്റുന്ന കേബിളുകളെ ഹൈ ടെൻഷൻ കേബിൾ എന്നാണ് പറയുന്നത്. സൂപ്പർ ടെൻഷൻ കേബിൾസ്. ദീസ് ഹാവ് മാക്സിമം വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് 22 kV ടു 33 kV. 22 kV മുതൽ 33 kV വരെ വോൾട്ടേജ് റേറ്റിംഗിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ടൈപ്പ് യു ജി കേബിളുകളെ നമ്മൾ എന്ത് പറയുന്നത്, സൂപ്പർ ടെൻഷൻ കേബിൾസ് എന്ന് പറയുന്നു. ദ എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾസ്. ദീസ് ഹാവ് മാക്സിമം വോൾട്ടേജ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി ഓഫ് 66 kV. അതായത് EHT കേബിൾസ് ഇത് നമുക്ക് 66 kV വരെ ഉപയോഗിക്കാവുന്നതാണ്. The extra super voltage cable, these are used for application with voltage requirement above 132 kV. 132 kV മുകളിൽ ഉപയോഗിക്കുന്ന കേബിളുകളെ എക്സ്ട്രാ സൂപ്പർ വോൾട്ടേജ് കേബിൾസ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് വോൾട്ടേജ് റേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അടുത്ത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ കേബിൾ. നമ്മൾ കേബിളിൽ അതിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടറുകളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് നോക്കാം. ഒന്ന്, സിംഗിൾ കോർ കേബിൾ. സിംഗിൾ കോർ കേബിൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടേഴ്സേ ഉണ്ടാവുമായിരിക്കുള്ളൂ. ടു കോർ കേബിളിൽ 2 കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ 3 കോർ കേബിൾ ആൻഡ് 3.5 കോർ കേബിൾ, 3 കോറുകൾ ഉപയോഗിക്കുന്ന കേബിൾ. അതുപോലെ തന്നെ 3.5 കേബിൾസ്. 4 കോർ കേബിൾസ്, 4 കോറുകളുള്ള കേബിൾസ്. ഇതാണ് കണ്ടക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളിൽ 3 ഫേസ് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 കോർ കേബിൾ അല്ലെങ്കിൽ 3 സിംഗിൾ കോർ കേബിളാണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് റേറ്റിംഗ് 66 kV വരെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് 3 കോർ കേബിളാണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് റേറ്റിംഗ് ബിയോണ്ട് 66 kV ആണെങ്കിൽ, 66 kVക്ക് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് 3 സിംഗിൾ കോർ കേബിളാണ് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ 3 കോറിൻ്റെ ഒറ്റ കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും, ബിക്കം വെരി ടു ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വളരെ വലുതായിരിക്കും, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ, ലേയിങ് ചെയ്യുന്ന സമയത്ത് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലായിരിക്കും. അപ്പോൾ എക്കണോമിക് റീസൺ ഉപയോഗിച്ചിട്ട് നമുക്ക് 66 kV വരെ 3 കോർ കേബിളും 66 kVക്ക് മുകളിൽ വരുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള 3 കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ നോക്കാം. ഒരു സിംഗിൾ കോർ കണ്ടക്ടർ, അതുപോലെ തന്നെ 2 കോർ വയർ, 3 കോർ വയർ, 3.5 യു ജി കേബിള്, 4 കോർ യു ജി കേബിൾ. ചിത്രങ്ങൾ കാണാൻ കഴിയും. നമുക്ക് സിംഗിൾ കോർ, അതുപോലെ തന്നെ 2 കോർ, 3 കോർ,
3.5 വരുമ്പോൾ അല്ലെങ്കിൽ 4 കോർ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ കേബിൾ. കേബിളിൻ്റെ കൺസ്ട്രക്ഷനെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കിയിട്ട് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ നൽകിയിട്ട് നോക്കാം. ഒന്ന്, ബെൽറ്റഡ് കേബിൾസ്. ദീസ് കേബിൾസ് ആർ യൂസ്ഡ് അപ് ടു 11 kV. നമ്മൾ ഈ കേബിൾ സാധാരണയായിട്ട് 11 kV വരെ വോൾട്ടേജ് റേറ്റിംഗിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് അപ് ടു 22 kV, മാക്സിമം 22 kV വരെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ കണ്ടക്ടേഴ്സ് ഒരുമിച്ച് ടാപ്പിംഗ് ചെയ്തതിന് ശേഷം, ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം ഒരു പേപ്പർ ബെൽറ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ബെൽറ്റഡ് കേബിൾ എന്ന് പേര് വരാനുള്ള കാരണം. ഇതിൽ ഓരോ കണ്ടക്ടേഴ്സും ഇംപ്രഗ്നേറ്റഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കണ്ടക്ടേഴ്സിലുണ്ടാവുന്ന ഗ്യാപ്പിനെ നമ്മൾ ഫൈബ്രസ് മെറ്റീരിയൽസ്, ജൂട്ട് പോലുള്ള ഫൈബ്രസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുന്നു. ഇതിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഒരു പേപ്പർ ബെൽറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ കോറിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ലെവലാകും. ജൂട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫൈബ്രസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കേബിളിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ സർക്കുലർ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ജൂട്ട് ഉപയോഗിക്കുന്നത്. അതിന് പുറത്തായിട്ട് നമ്മൾ പേപ്പർ ബെൽറ്റ് ഉപയോഗിക്കുന്നത്. സാധാരണ പോലെ തന്നെ അതിന് ശേഷം ദെൻ പ്രൊവൈഡ് ദ ലെഡ് ഷീത്ത്. അതിൻ്റെ പുറത്തായിട്ട് എന്തുണ്ടാവും, ലെഡ് ഷീത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ലെഡ് ഷീത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്, ആവശ്യകത എന്ന് പറയുന്നത് മോയ്സ്ചറിനെ മോയ്സ്ചർ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആർമറിങ്ങും അതുപോലെ തന്നെ സർവിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആർമറിങ് നമ്മൾ ചെയ്യുന്നത് മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സർവിങ് ഔട്ടർ കവറിങ് ആയിട്ട് നമ്മൾ സർവിങ്ങും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷനിൽ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് കുറച്ച് എളുപ്പത്തിൽ കുറച്ചും കൂടിയും സ്പീഡായിട്ട് ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ നമ്മളിവിടെ ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നമ്മൾ ആദ്യം കണ്ടക്ടേഴ്സിനെ ഇംപ്രഗ്നേറ്റഡ് പേപ്പർ ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്തു. എന്നിട്ട് അത് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു മൊത്തമായിട്ടൊന്ന് കവറിങ് ചെയ്തു. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകളെ നമ്മൾ ഫൈബ്രസ് മെറ്റീരിയൽസ്, ജൂട്ട് ഫൈബ്രസ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തു. അതിനുശേഷം അതിൻ്റെ പുറത്തായിട്ടൊരു പേപ്പർ ബെൽറ്റ് ഉപയോഗിച്ചു. അതിന് പുറത്തായിട്ട് ലെഡ് ഷീത്ത്, അതിൻ്റെ പുറമെ ഒരു ആർമറിങ്, ലാസ്റ്റ് അവസാനം സർവിങ്. ഈ രൂപത്തിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് സ്ട്രാൻഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ നോൺ സർക്കുലർ ഷേപ്പുള്ള കണ്ടക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിന് ആവശ്യം എന്ന് പറയുന്നത് മേക്ക് ബെറ്റർ യൂസ് ഓഫ് അവൈലബിൾ സ്പേസ്, പരമാവധി സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചിത്രത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും. നമ്മൾ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്ന സർക്കുലർ രൂപത്തിലാവില്ല, നോൺ സർക്കുലർ ഷേപ്പ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇത് സ്യൂട്ടബിൾ ഫോർ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ്. നമ്മൾ സാധാരണ ലോ അല്ലെങ്കിൽ മീഡിയം വോൾട്ടേജിലാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് റേഡിയലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഫോർ ഹയർ വോൾട്ടേജ്, നമ്മൾ ഇതിനേക്കാളും കൂടി 22 kVക്ക് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് വരും. അങ്ങനെ വരുന്ന സമയത്ത് ടാക്സ് അലോങ് ദ ലെയർ ഓഫ് ദ പേപ്പർ ഇൻസുലേഷൻ, അതായത് പേപ്പർ ഇൻസുലേഷൻ്റെ മുകളിൽ വർക്ക് ചെയ്യും. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ പേപ്പർ എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലീക്കേജ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ലോക്കൽ ഹീറ്റിംഗ് വന്നിട്ട് ബ്രേക്ക് ഡൗൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത് മാക്സിമം ഉപയോഗിക്കുന്നത് 22 kV വരെ ഉള്ളൂ. 22 kVക്ക് മുകളിലേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഇൻ ഓർഡർ ടു ഓവർകം ദിസ് ഡിഫിക്കൽറ്റി, നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്രീൻഡ് കേബിൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത രണ്ടാമത്തത് ബെൽറ്റഡ് കേബിൾ നമുക്ക് 22 kVയിലേക്ക് മുകളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടുത്ത കേബിളിലേക്ക് പോകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്ക്രീൻഡ് കേബിളാണ്. ആ സ്ക്രീൻഡ് കേബിൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്ക്രീൻഡ് കേബിൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 22 kV മുതൽ 33 kV വരെയാണ്. ഇത് മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന അവസാനത്തെ അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 66 kV വരെയാണ്. മാക്സിമം നമുക്ക് 66 kV വരെ ഉപയോഗിക്കാൻ പറ്റും. ഇത് സാധാരണയായിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്ക്രീൻ കേബിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എച്ച് ടൈപ്പ്, അതുപോലെ തന്നെ SL ടൈപ്പ്. രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഇതിലുള്ളത്. ഒന്നാമത്തെ എച്ച് ടൈപ്പ്. എന്താണ് എച്ച് ടൈപ്പ് കേബിൾ എന്ന് നോക്കാം. എച്ച് ടൈപ്പ് കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈച്ച് കോർ ഇൻസുലേറ്റഡ്, സാധാരണ ഇംപ്രഗ്നേറ്റഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ ഓരോ കോറുകളും ഇൻസുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ കോറിൻ്റെ പുറത്ത് ഒരു മെറ്റാലിക് സ്ക്രീൻ,
എന്താണ് സാധാരണ പെർഫറേറ്റഡ് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചുള്ള മെറ്റാലിക് സ്ക്രീന് ഓരോ കോയിലിന് പുറത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന കോറുകൾ നമ്മൾ മെറ്റാലിക് സ്ക്രീൻ മേക്ക് എ കോൺടാക്ട് വിത്ത് വൺ എന്നത് ഓരോ കോൺടാക്റ്റുകളും ഓരോ കോറുകളും തമ്മിൽ കോൺടാക്റ്റ് വരുന്ന രൂപത്തിൽ ഒരു അഡീഷണൽ കണ്ടക്റ്റിംഗ് ബെൽറ്റ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ കോപ്പർ വോവൺ ഫാബ്രിക് ടൈപ്പ് കോപ്പറിൻ്റെ ബെൽറ്റാണ് ഉപയോഗിക്കുന്നത്. ഇത് 3 കോറിനും കൂടി ഒരുമിച്ച് വരുന്ന രൂപത്തിൽ അതിനെ റാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണാൻ കഴിയും 3 കോറുകൾ ഒരുമിച്ച് വരുന്ന രൂപത്തിൽ ഒരുമിച്ച് കോൺടാക്റ്റ് വരുന്ന രൂപത്തിൽ ഒരു കണ്ടക്റ്റിംഗ് ബെൽറ്റ് ഒരു കോപ്പറിൻ്റെ കണ്ടക്റ്റിംഗ് ബെൽറ്റ് ഉപയോഗിച്ച് ഇതിനെ റാപ്പ് ചെയ്യുന്നു. പിന്നെ അതിന് പുറത്തായിട്ട് ലെഡ് ഷീറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ബെഡിങ്, ആർമറിങ്, സെർവിങ് സാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ ഈ മെറ്റാലിക് കവറും അതുപോലെ തന്നെ ഷീറ്റും നമ്മൾ ഗ്രൗണ്ടിങ് ചെയ്യും, എർത്തിങ് ചെയ്യും. പിന്നെ എല്ലാ ഓൾ ദ കവേഴ്സ് ആൻഡ് ഷീറ്റ് ആർ എർത്ത് പൊട്ടൻഷ്യൽ. അതായത് എല്ലാം കൂടി ഒരുമിച്ച് എർത്ത് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് സ്ട്രെസ്സസ് പ്യുവർലി റേഡിയൽ ആയിരിക്കും. കോൺസിക്വൻ്റ്ലി ഡയലക്ട്രിക് ലോസ് ആർ റെഡ്യൂസ്ഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയലക്ട്രിക് ലോസിനെ പരമാവധി കുറക്കാൻ കഴിയും. അപ്പോൾ എച്ച് ടൈപ്പിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നേരത്തെയുള്ള ബെൽറ്റ് ടൈപ്പിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് ഒരു കവർ മെറ്റാലിക് കവർ ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മെറ്റാലിക് ബെൽറ്റ് കണ്ടക്റ്റിംഗ് ബെൽറ്റ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് വോൾട്ടേജ് റേറ്റിംഗും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. 22 kV മുതൽ മാക്സിമം 66 kV വരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ 2 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്, അതായത് എച്ച് ടൈപ്പ് കേബിളിൻ്റെ പ്രധാനപ്പെട്ട 2 അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പെർഫറേഷൻ ഇൻ ദ മെറ്റാലിക് സ്ക്രീൻ, ദസ് പോസിബിലിറ്റി ഓഫ് എയർ പോക്കറ്റ്സ് ഇൻ ഡയലക്ട്രിക് ഇസ് എലിമിനേറ്റഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റാലിക് സ്ക്രീനിൽ നമ്മൾ പറഞ്ഞു പെർഫറേറ്റഡ് അലുമിനിയം ഫോയിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന എയർ പോക്കറ്റ്സ്, അതായത് വോയിഡ്സുകൾ, എയർ പോക്കറ്റ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ കഴിയും. രണ്ടാമത്തെ, മെറ്റാലിക് കവേഴ്സ് ഇംപ്രൂവ് ദ ഹീറ്റ് ഡിസിപ്പേറ്റിംഗ് പവർ ഓഫ് ദ കേബിൾ. മെറ്റാലിക് കവർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഹീറ്റ് ഡിസിപ്പേറ്റിംഗ് പവർ, കേബിളിൻ്റെ ഹീറ്റ് ഡിസിപ്പേറ്റിംഗ് പവർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് SL ടൈപ്പ് സ്ക്രീൻ കേബിൾ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് SL ടൈപ്പ് കേബിൾ. ഇവിടെ SL എന്ന് മീൻ ചെയ്യുന്നത് സെപ്പറേറ്റ് ലെഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെപ്പറേറ്റ് ലെഡ് ഇത് സാധാരണയായിട്ട് എച്ച് ടൈപ്പിൻ്റെ അതേ കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കോറുകളും പ്രത്യേകമായിട്ട് ലെഡ് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ടാവും. ഓരോ കോറുകളും പ്രത്യേകമായിട്ട് ലെഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദർ ഈസ് നോ ഓവറാൾ ലെഡ് ഷീറ്റ്. ഇതിന് പ്രത്യേകമായിട്ട് ഒന്നിച്ച് എന്തില്ല, ലെഡ് ഷീറ്റ് ഇല്ല. ഓരോ സെപ്പറേറ്റ് കോറുകൾ മാത്രമാണ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ആർമറിങ്ങും സെർവിങ്ങും ഒക്കെ സാധാരണ പോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഷീറ്റ് മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് കോർ ടു കോർ ബ്രേക്ക് ഡൗൺ. നമ്മൾ ഓരോ സെപ്പറേറ്റ് കോറുകളും ഷീറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ കോർ ടു കോർ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ബെൻഡിങ് ഓഫ് ദ കേബിൾ ബിക്കം ഈസി ഡ്യൂ ടു ദ എലിമിനേഷൻ ഓഫ് ഓവറാൾ ലെഡ് ഷീറ്റ്. നമുക്കിവിടെ ഓവറാൾ ലെഡ് ഷീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് എന്താണ്, പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 3 സെപ്പറേറ്റ് ഷീറ്റ് മച്ച് തിന്നർ ദാൻ സിംഗിൾ ഓവറാൾ ഷീറ്റ്, ദർഫോർ ഗ്രേറ്റർ കെയർ ഇൻ മാനുഫാക്ചർ. നമ്മൾ ഓരോ ഷീറ്റുകളുണ്ടാവുന്ന തിക്നെസ് എന്ന് പറയുന്നത് ഓവറാൾ തിക്നെസ്സിനേക്കാളും വളരെ കുറവായിരിക്കും. അപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് അപ് ടു 66 വോൾട്ട് വരെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 66 kV വരെയാണ് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ അടിസ്ഥാനമാക്കിയുള്ള അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രഷർ കേബിൾസ് ആണ്. പ്രഷർ കേബിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ വോൾട്ടേജ് ബിയോണ്ട് 66 kV 66 kVക്ക് മുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോളിഡ് ടൈപ്പ് കേബിളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അൺറിലയബിൾ ആണ്. അല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻസ് എന്തായിരിക്കും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വോയിഡ്സ്, അതായത് എയർ പോക്കറ്റ്സ്. ആ വോയിഡ്സുകൾ ഉണ്ടെങ്കിൽ ആ വോയിഡ്സ് ഉണ്ടാകുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യത. അതുകൊണ്ട് നമുക്ക് 66 kV മുകളിലേക്കുള്ള ടൈപ്പിൽ നമുക്ക് ഈ സോളിഡ് ടൈപ്പ് കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഈ വോൾട്ടേജ് 66 kV കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തായിരിക്കും,
ഈ വോയിഡ്സിനെ ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു പ്രഷർ ഓഫ് കോമ്പൗണ്ട്സ് ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ കേബിളുകൾ പറയുന്ന പേരാണ് പ്രഷർ കേബിൾസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഓയിൽ ഫില്ലഡ് കേബിൾസ്, രണ്ടാമത്തത് ഗ്യാസ് പ്രഷർ കേബിൾസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓയിൽ ഫില്ലഡ് കേബിൾസ് എന്ന് നോക്കാം. ഇൻ സച്ച് കേബിൾസ് ചാനൽസ് ഓഫ് ഡക്ട്സ് ആർ പ്രൊവൈഡ് ഇൻ കേബിൾ ഫോർ ഓയിൽ സർക്കുലേഷൻ. നമ്മൾ ഓയിൽ സർക്കുലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചാനൽസ് അല്ലെങ്കിൽ ഡക്ട്സുകൾ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഓയിൽ, നമ്മൾ ഈ പ്രഷറുള്ള ഓയിൽ, ഈ ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ അതിൽ ഉപയോഗിച്ചിരുന്ന ഇംപ്രഗ്നേറ്റഡ് പേപ്പറിൽ ഇംപ്രഗ്നേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ ഓയിൽ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഓയിലിൻ്റെ പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാനലിലൂടെ ഓയിലിനെ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർവോയർ, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് റിസർവോയർ ഉപയോഗിക്കും. അത് നമ്മൾ സ്യൂട്ടബിൾ ഡിസ്റ്റൻസിൽ, ഏകദേശം ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും എന്തിനാ റിസർവോയർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മൾ ഈ കേബിൾ ചെയ്ത അതേ റൂട്ടിൽ തന്നെ ആയിട്ട് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ റിസർവോയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അണ്ടർ പ്രഷറിൽ നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻസുലേഷൻ എന്തായിരിക്കും, നമ്മൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു പ്രഷർ ഇൻസുലേഷനിലേക്ക്, അത് പേപ്പർ ഇൻസുലേഷനിലേക്ക് ഫോഴ്സ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന വോയിഡ്സുകൾ, എയർ പോക്കറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഹയർ വോൾട്ടേജിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഓയിൽ ഫീൽഡ് കേബിൾസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 66 kV മുതൽ 230 kV വരെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓയിൽ ഫീൽഡ് കേബിൾസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്ന് സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ, 2 സിംഗിൾ കോർ ഷീത്ത് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ, 3 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ. ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫിക്കേഷനാണ് ചെയ്തിട്ടുള്ളത്. ഈ 3 ക്ലാസിഫിക്കേഷനിൽ നമ്മൾ 3 ഉപയോഗിക്കുന്നത്, ഇവിടെ നമ്മൾ എന്താണ് ഓയിലാണ് ഇവിടെ പ്രഷറിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ഗ്യാസ് പ്രഷർ കേബിൾ. പ്രഷർ കേബിളിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പാണ് ഗ്യാസ് പ്രഷർ കേബിൾ. ഇവിടെ നമ്മൾ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗ്യാസാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഡ്രൈ നൈട്രജൻ ഗ്യാസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചിത്രങ്ങളിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ ചിത്രത്തിൽ നമുക്ക് സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ, അതിൻ്റെ ചിത്രമാണ് ഒന്നാമതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഓയിൽ ചാനൽ ഈസ് ഫോംഡ് അറ്റ് ദ സെൻറ്റർ. നമ്മളൊരു ഓയിൽ ഡക്ട്സ് ഏറ്റവും സെൻറ്ററിലായിട്ട് കേബിളിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ടേഴ്സിൻ്റെ വയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് സിലിണ്ട്രിക്കൽ സ്റ്റീൽ സ്പൈറൽ ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറത്തായിട്ട് കണ്ടക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുകൂടി, ഓയിൽ ഡക്ട്സിനകത്തുകൂടി ഓയിൽ പ്രഷർ ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവുന്ന, നമ്മൾ ഈ കിട്ടുന്ന ഇവിടെ നിന്ന് എക്സ്റ്റേണൽ റിസർവോയിൽ നിന്ന് ഓയിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിലുണ്ടാവുന്ന പ്രഷർ, അതിലുണ്ടാവുന്ന പേപ്പർ ഇൻസുലേഷൻ്റെ ഇടയിലുണ്ടാവുന്ന വോയിഡ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ ആ വോയിഡ്സിൻ്റെ, എയർ പോക്കറ്റ്സിൻ്റെ ഫോർമേഷൻ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി കളയാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് കാണാൻ കഴിയും സിംഗിൾ കോർ ഷീത്ത് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിവിടെ ഓയിൽ ചാനൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എവിടെ ആയിരിക്കും, ഷീത്തിലായിരിക്കും. മെറ്റാലിക് ഷീത്തിൻ്റെ അടിയിൽ കുറേ സ്പേസിങ് കൊടുത്തിട്ടാണ് ഗ്രൂവ്ഡ് ഷീത്തായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയാണ് നമ്മളെന്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ഓയിൽ ഡക്ട്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് കണ്ടക്ടർ, ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, സോളിഡ് സിമിലർ കണ്ടക്ടർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സോളിഡ് കേബിൾ ഉപയോഗിക്കുന്ന അതേപോലത്തുള്ള കണ്ടക്ടേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ഡക്ട്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ മെറ്റാലിക് ഷീത്ത്. ഷീറ്റിനകത്തായിട്ടാണ് നമ്മൾ ഓയിൽ ഡക്ട്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ രൂപത്തിലാണ് അതിൻ്റെ പ്രഷർ കൊടുക്കുന്നത്, വോൾട്ടേജ് ഇൻസുലേഷനിലേക്ക് പ്രഷർ കൊടുത്ത് ഓയിൽസിനെ ഒഴിവാക്കുന്നത്. മൂന്നാമത്തെ ചിത്രത്തിൽ കാണാൻ കഴിയും 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, ഫ്രീ ആയിട്ട് വരുന്ന ഭാഗത്ത്, അതായത് 3 കോർ കേബിൾ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറ്റവും ഫ്രീ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓയിൽ ഡക്ട്സുകൾ കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫില്ലർ സ്പേസിൽ നമ്മളെന്താണ്, ഈ ചാനൽ ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ ഓയിൽസിനെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറിൽ നമുക്ക് അതിൻ്റെ വോയിഡ്സ് അല്ലെങ്കിൽ എയർ പോക്കറ്റ്സ് വരുന്ന സമയത്ത് അതിനെ ഒഴിവാക്കുന്ന രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 3 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഓയിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഒന്ന് സിംഗിൾ കോർ കണ്ടക്ടർ ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾ, രണ്ടാമത്തെ സിംഗിൾ കോർ ഷീത്ത് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾസ്, മൂന്നാമത്തെ 3 കോർ ഫില്ലർ സ്പേസ് ചാനൽ ഓയിൽ ഫില്ലഡ് കേബിൾസ്. ഇനി അടുത്ത നമ്മൾ ക്ലാസിഫിക്കേഷനിൽ 3 കോർ ഗ്യാസ് പ്രഷർ, അതിന് ചിത്രമാണ് അടുത്ത നാലാമത്തായിട്ട് ചിത്രം കാണിച്ചിരിക്കുന്നത്, ഗ്യാസ് പ്രഷർ കേബിൾ എന്ന് പറയുന്നു. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓയിൽ ഫില്ലഡ് കേബിൾസിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്,
ഫോർമേഷൻ ഓഫ് എ വോയിഡ്സ് ആൻഡ് അയണൈസേഷൻസ് ആർ അവോയ്ഡഡ്. നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വോയിഡ്സിനെ അല്ലെങ്കിൽ അയണൈസേഷനെ ഒഴിവാക്കാൻ കഴിയും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അലൗബിൾ ടെമ്പറേച്ചർ റേഞ്ച് ആൻഡ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ആർ ഇൻക്രീസ്ഡ്. നമുക്ക് ഇവിടെ കേബിളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ റേഞ്ച് അതുപോലെ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റം ഓഫ് ലേയിങ്. ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. നമുക്കിത് നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലേയിങ് ചെയ്യുന്ന സമയത്ത് അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ഗ്യാസ് പ്രഷർ കേബിൾ നോക്കാം. ഈ ഗ്യാസ് പ്രഷർ കേബിൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ 4ാമത്തെ ചിത്രത്തിൽ കാണാൻ കഴിയും. എന്താണ് കൺസ്ട്രക്ഷൻ ഈസ് സിമിലർ ടു സോളിഡ് ടൈപ്പ്. നമ്മൾ സാധാരണ സോളിഡ് ടൈപ്പ് പോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്സെപ്റ്റ് ദാറ്റ് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ട്രയാങ്കുലർ ആയിട്ടാണ് നമ്മൾ കണ്ടക്ടേഴ്സിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിൽ വേറെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഡ് ഷീറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 70% ഉണ്ടാവുള്ളൂ. സോളിഡ് കേബിളിനേക്കാൾ അപേക്ഷിച്ചിട്ട് 75% മാത്രമേ ഇതിൻ്റെ ഷീറ്റിങ്ങിൽ തിക്നെസ് ഉണ്ടായിരിക്കുള്ളൂ. ഈ ട്രയാങ്കുലർ സെക്ഷൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ വെയിറ്റ് ആൻഡ് ഗീവ്സ് എ ലോ തെർമൽ റെസിസ്റ്റൻസ്. അപ്പോൾ ട്രയാങ്കുലർ സെക്ഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ തെർമൽ റെസിസ്റ്റൻസ് നമുക്ക് കുറക്കാൻ കഴിയും എന്നുള്ളതാണ്. ദ കേബിൾ ഈസ് ലൈഡ് എസ് എ ഗ്യാസ് ടൈറ്റ് സ്റ്റീൽ. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ കേബിളിന് ഒരു ഗ്യാസ് ടൈറ്റ് സ്റ്റീൽ പൈപ്പിൽ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പൈപ്പിനകത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈ നൈട്രജൻ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ നൈട്രജൻ ഗ്യാസ് ആണ് എന്ത് ചെയ്യുക, പ്രഷർ ചെയ്യുക. ഈ പ്രഷർ നമുക്ക് എന്താണ് പ്രൊഡ്യൂസ് റേഡിയൽ കംപ്രഷൻ തരും. അങ്ങനെ നമുക്ക് ഇതിനെ ക്ലോസസ് ദ വോയിഡ്സ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. സച്ച് കേബിൾസ് ക്യാൻ ക്യാരി മോർ ലോഡ് കറണ്ട്. അപ്പോൾ ഈ ഇത്തരം കേബിൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ലോഡ് കറണ്ട് പരമാവധി ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഓപ്പറേറ്റ് ഹൈ വോൾട്ടേജ്, നമുക്ക് ഹൈ വോൾട്ടേജിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലെയിം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്വഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു പർപ്പസ് കൂടി, ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓവറാൾ കോസ്റ്റ് ഈസ് വെരി ഹൈ. ഇതിലുണ്ടാകുന്ന ഓവറാൾ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ഇൻസുലേഷൻ ഓഫ് ദ കേബിൾ. നമ്മൾ കേബിൾ ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ മെറ്റീരിയലിനെ അപേക്ഷിച്ചുള്ള ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണയായിട്ട് കേബിളിൽ വളരെ വിവിധ തരത്തിലുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഒന്ന് റബ്ബർ, അതുപോലെ തന്നെ പേപ്പർ, PVC എന്ന പോളി വിനൈൽ ക്ലോറൈഡ്. പിന്നെ വേറെ കേബിളാണ് XLPE കേബിൾ, അതായത് ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ കേബിൾ. അതുപോലെ തന്നെ PILC പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് കവേർഡ് കേബിൾ, PILCDTA അതായത് പേപ്പർ ഇൻസുലേറ്റഡ് ലെഡ് കവേർഡ് ഡബിൾ ടേപ്പ് ആർമേർഡ്. ഇത്രയും കേബിളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കാം. ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ പിന്നെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ കേബിളാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ കേബിൾ, നമ്മൾ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കൺസ്ട്രക്ഷൻ ഓഫ് ദ കേബിളിൻ്റെ കൺസ്ട്രക്ഷൻ, നിർമ്മാണ രീതി അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ് പഠിച്ചിരിക്കുന്നത്. നാലാമത്തെ ടൈപ്പ് ഓഫ് ഇൻസുലേഷൻ യൂസ്ഡ് ഇൻ ദ കേബിൾ, നമ്മൾ ഒരു കേബിളിൽ ഏത് ടൈപ്പ് ഇൻസുലേഷൻ ഉപയോഗിച്ചു എന്നുള്ള അടിസ്ഥാനമാക്കിയുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.